അടുത്തൊരു പോയിന്റ് വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പലപ്പോഴും നമ്മൾ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും, പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവും, വളരെയധികം നമുക്ക് ചില ഡൗട്ടുകൾ ഉണ്ടാവും. ഇത് ശരിയാവുമോ? എന്തുകൊണ്ടാണ് ഇപ്പൊ വെസ്റ്റീജ് സൈഡ് വോളിയം 2100 PV വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഞാൻ ബ്രോൺസ് ആയി എനിക്ക് കിട്ടിയത് 6000 രൂപയാണ്, എന്തുകൊണ്ട് എനിക്ക് 6000 രൂപ കിട്ടി? പ്ലാൻ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഏകദേശം ഒരു 8000-നും 10000-നും ഇടയിലൊക്കെ മിനിമം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ബ്രോൺസ് ആയപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് 5000 രൂപയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അപ്പൊ ഓട്ടോമാറ്റിക്കലി മനസ്സിലൊരു കൺഫ്യൂഷൻ വന്നു. നമ്മൾ ഈ കൺഫ്യൂഷനും വച്ച് ഇത് നമുക്ക് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാനിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ടീം ബിൽഡിംഗ് ബോണസ് അടക്കം കിട്ടുന്ന ഒരു ബ്രോൺസ് ഡയറക്ടർക്ക് എന്ത് വരുമാനം കിട്ടും, നമുക്ക് അവർക്കാണ് ഈ പറയുന്ന എമൗണ്ട് കിട്ടുന്ന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നോർമലി അറിയാം. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു പക്ഷേ ആ അറിവില്ലാത്ത സമയത്ത് നമ്മൾ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ടീമിലുള്ള ഡൗൺലൈനെ വിളിച്ചിട്ടാണ് പറയുന്നത്, അതെ ഇവര് ഈ വിചാരിക്കുന്ന പോലെയുള്ള എമൗണ്ട് ഒന്നും കിട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്യണില്ല. അപ്പോ എനിക്കറിയില്ല എന്താണ്, എനിക്ക് ആകെ കിട്ടിയത് ഇതാണ്. ഇത് എവിടെ പോയിട്ടാണ് പറയണത്? ഡൗൺലൈൻ്റെ അടുത്താണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രോസ് ലൈൻ്റെ അടുത്താണ്. അപ്പ് ലൈൻ, ഡൗൺ ലൈൻ, ക്രോസ് ലൈൻ, 3 ടെർമിനോളജികൾ നമുക്ക് ഈ ബിസിനസ്സിലുണ്ട്. അപ്പ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്ത വ്യക്തിയാണ്. ഡൗൺ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ടീം, അതാണ് നമ്മുടെ ഡൗൺ ലൈൻസ്. മൂന്നാമത്തത് ക്രോസ് ലൈൻ. ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പ് ലൈൻ്റെ ഡൗൺ ലൈൻ ആണ് ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പ് ലൈൻ്റെ മറ്റൊരു ഫാമിലിയിൽ പെട്ട ഏത് അപ്പ് ലൈൻ ആവട്ടെ, നമ്മളുടെ വിന്നിംഗ് ടീമിൽ നോക്കുകയാണെങ്കിൽ SP ഭാരൽ സാറ് തുടങ്ങിയിട്ടുള്ള ഇവരെല്ലാവരും നമ്മുടെ ക്രോസ് ലൈൻസ് ആണ്. ക്രോസ് ലൈൻ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പോയിട്ട് ഇപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻ നമ്മൾ പോയി ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെന്തായിട്ട് പോവും, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല എന്നുള്ള തരത്തിലേക്ക് അവർക്കും ഒരു ഫീലിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ, ഏതെങ്കിലും അപ്ലൈൻ അല്ല, ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന, റെഗുലർ ആയിട്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്ന, റെഗുലർ ആയിട്ട് ബുക്ക് റീഡ് ചെയ്യുന്ന, റെഗുലർ ആയിട്ട് CP കേൾക്കുന്ന, റെഗുലർ ആയിട്ട് പേഴ്സണൽ PV ചെയ്യുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കും വരുന്ന നമ്മുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ അവരുടെ അടുത്താണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ മിനിമം ബ്രോൺസിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററായിട്ട് അദ്ദേഹത്തിനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സോ എന്ത് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ അപ്ലൈനുമായിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു കാരണവശാലും ഒരു കൺഫ്യൂഷൻസും ഒരു നെഗറ്റീവും നമ്മളുടെ ടീമിൽ ഷെയർ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന ആ വ്യക്തി നമ്മൾ കാണാറുണ്ട് അല്ലെ, അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരുപക്ഷെ നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും, ഇതുകൊണ്ടാണ് എനിക്ക് ഇൻകം കുറഞ്ഞത് എന്ന് നമ്മൾ പിന്നീട് റിയലൈസ് ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങൾ അതിന് മുൻപ് ആദ്യം തന്നെ എന്ത് വെട്ടിയിട്ടുണ്ട്? കൊമ്പ് വെട്ടിയതിന് ശേഷമാണ് നിങ്ങൾ മഴുവിന് മൂർച്ച കൂട്ടാൻ വേണ്ടി പോകുന്നത്. സോ അത് ഒരു കാരണവശാലും അത് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വേറൊരു രീതിയിൽ പറയാറുണ്ട്, നിന്നുകൊണ്ട് കാലുമ്മ വെടിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സ്വന്തം കാലുമ്മ വെടിവെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതേപോലെയാണ് നെഗറ്റീവ് ന്യൂസുകൾ നമ്മളുടെ ടീമിൽ ഷെയർ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ടീമിൽ മാത്രമല്ല, നിങ്ങളുടെ ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പ് ലൈനിന്റെ മറ്റ് ഡൗൺ ലൈൻ ടീമുകളിലും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത്. കാരണം ഒരുപക്ഷെ അത് നമ്മുടെ അപ്പ് ലൈനിന്റെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള കാരണമായിട്ട് തീരുന്നുണ്ടാവും. കൂടാതെ ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മളിപ്പോൾ ഒരുപക്ഷെ DLCPയിലും അതുപോലെ തന്നെ നമ്മൾ CEO മീറ്റിങ്ങുകളൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പല വ്യക്തികളും ഏത് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വ്യക്തികളാണെന്ന് പോലും നമുക്കറിയില്ല. നമ്മളുടെ ഏത് കാര്യങ്ങളാവട്ടെ, നമുക്ക് ഏത് വിഷയത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്ലൈൻ ഉണ്ട് എങ്കിൽ 100% അപ്ലൈൻ തരുന്ന ഇൻഫോർമേഷൻസ് മാത്രം ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ പല വ്യക്തികളും പല രീതിയിൽ ഈ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളുടെ അപ്ലൈൻ പറയാണ് ഇന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇന്ന കാര്യം സംസാരിച്ചോളൂ, സോ യു ക്യാൻ ഗോ എഹെഡ്.
അതല്ല എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യരുത്. മിണ്ടരുത് എന്നല്ല പറയണത്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചോ നിങ്ങളുടെ ഇൻകത്തിനെ കുറിച്ചോ നിങ്ങളുടെ സ്ട്രക്ചറിനെ കുറിച്ചോ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റൊരു വ്യക്തികളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യരുത്. ഓക്കെ.